ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൗസ് കുക്ക് ബുക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡിണ്ടിഗിൾ സ്പെഷ്യൽ തലപ്പക്കാട്ട് ബിരിയാണി റെസിപ്പിയാണ്. അതിനാവശ്യമായ ചേരുവകൾ: 1/2 കിലോ ചിക്കൻ, 2 കപ്പ് ജീര റൈസ്, ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത് 3 എണ്ണം, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 3 എണ്ണം, 7-8 ചെറിയ ഉള്ളി, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ നെയ്യാണ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് സ്പൈസസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 4 ബേ ലീഫ്, കുറച്ച് കൽപ്പൂവ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ, 3 തക്കോലം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 7-8 കശുവണ്ടി, 3 ജാതിപത്രി, 4 കഷ്ണം പട്ട, 6 ഗ്രാമ്പു, 4 ഏലക്ക, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ ജീരകം. നമുക്ക് ഈ സ്പൈസസ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓരോന്നായി ഇടുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. നമുക്ക് അടുത്ത മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, പുതിനയില, മല്ലിയില, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് ഇളക്കുക. സവാള നന്നായി വഴഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അത്
ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നേരത്തെ തയ്യാറാക്കിയ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച സ്പൈസസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ചേർക്കേണ്ട 4 ടേബിൾ സ്പൂൺ തൈരാണ്. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം 3 ബേ ലീഫ് ചേർക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്ക് 10 മുതൽ 12 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ബിരിയാണി റൈസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയ ചിക്കൻ മസാല ബിരിയാണി റൈസിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കശുവണ്ടി മുന്തിരിങ്ങയും വറുത്തെടുക്കാം. എന്നിട്ട് ബിരിയാണി റൈസിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ഗാർണിഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഡിണ്ടിഗുൾ സ്പെഷ്യൽ തലപ്പക്കാട്ട് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thanks for watching.